ബ്ലാക്ക് ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? സോ ലെറ്റ് മീ ചൂസ് എ കളർ, യെല്ലോ കളർ. ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കൺസിഡർ the differential equation y double dash plus 2y dash plus y equal to 0. Y double dash plus 2y dash plus y equal to 0. Y equal to 0. Okay, question. If y of 0 equal to 0, if y of 0 equal to 0 and y dash of 0 equal to 1 and y dash of 0 equal to 1, then the value of I'm sorry, ഒരു മിനിറ്റ്, എൻ്റെ പേന ചില സമയങ്ങളിൽ പേനയ്ക്ക് സ്വഭാവം മാറും. ഓക്കെ, യെസ്, ശരിയായി. ഓക്കെ, then the value of y of 2 is ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ ഇത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ സ്പെസിഫൈ യുവർ ആൻസർ in 2 digits after the decimal point. In 2 digits after the decimal point. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ? കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ നോക്കൂ, ഇക്വേഷൻ തന്നിരിക്കുന്നത് ഇതാണ്. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഓക്കെ, ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എടുക്കുക? യെസ്, നമ്മൾ പഠിച്ച ഏത് കാറ്റഗറിയിലാണ് ഇത് വരിക? ദിസ് ഈസ് സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ? സെക്കൻഡ് ഓർഡർ ആണ്. പിന്നെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ? കോഎഫിഷ്യൻസ് എല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ്. പിന്നെയോ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കൂ, റൈറ്റ് സൈഡിൽ 0 അല്ലേ? സോ ദിസ് ഈസ് ഹോമോജനസ്. സോ 3 പ്രോപ്പർട്ടീസ് ഉള്ളത്. സെക്കൻഡ് ഓർഡർ ആണ്, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്, ഹോമോജനസ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രോപ്പർട്ടി. എത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്? അപ്പോൾ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന നമ്മൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് നോട്ട്സ് എടുത്ത് നിങ്ങൾ പ്രീവിയസ് നോട്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് 3 തരം സൊല്യൂഷൻസാണ് നമ്മൾ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലേ? ഇവിടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കും. ഓക്കെ, ഓർമ്മയില്ലേ? ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. എന്താ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം ആദ്യം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ റൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ. ആദ്യം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ സൊല്യൂഷൻ തരുന്നു y of x is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2x. ഓർമ്മേണ്ടതൊക്കെ. ദെൻ റിയൽ ആൻഡ് ഈക്വൽ അല്ലേ? റിയൽ ആൻഡ് ഈക്വൽ അന്നേരം എന്തായിരുന്നു? y of x is equal to c1 plus c2x e raised to lambda x അല്ലേ? lambda x. പിന്നെയോ ഈ മൂന്നാമത്തെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് എഴുതാം. ലെറ്റ് മീ റൈറ്റ്, കുറച്ചുകൂടെ ഒന്ന് ദൂരെ എഴുതും. ഓക്കെ, ഇവിടെ കോംപ്ലക്സ് റൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കോംപ്ലക്സ് ആണ് ഉണ്ടായിരുന്നത്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ നമുക്ക് y of x is equal to
ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ഓർമ്മയുണ്ടോ? ഇത്രയും ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമ്മുടെ ഇക്വേഷൻ y ഡബിൾ ഡാഷ്, ഞാൻ ഈ ബോർഡ് മായ്ക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ വൈറ്റ് ബോർഡ് ക്ലിയർ ചെയ്യാൻ പോവാണ്. സോ y ഡബിൾ ഡാഷ് വി ഹാവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ഇങ്ങനെയായിരുന്നു നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിരുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്തത് y ഡബിൾ ഡാഷിന് റെസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലാംഡ സ്ക്വയർ കൊടുത്തു അല്ലേ? y ഡാഷിന് റെസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുത്തു? ലാംഡ കൊടുത്തു അല്ലേ? വൈക്ക് റെസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുത്തു. എന്നിട്ട് ഈ ഇക്വേഷൻ മാറ്റി ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇത് നോക്കൂ, ഇത് വളരെ ഈസിയാണ് അല്ലേ? ഇതാണ് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 എന്നുള്ള ഫേമസ് ആയിട്ടുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണിത് അല്ലേ? ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതാണ് ഈ ഇക്വേഷൻ. സോ ദിസ് മീൻസ് ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. സോ ദീസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ട്സ് ഏതൊക്കെയാണ്? ലാംഡ ഇസ് ഈക്വൽ ടു -1, ലാംഡ ഈക്വൽ ടു -1. ഒന്നുണ്ടോ? ഇപ്പോൾ രണ്ട് റൂട്ട്സും ഈക്വൽ ആണ്, പക്ഷേ റിയൽ ആണ്. സോ റിയൽ ആൻഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണ്? റിയൽ ആൻഡ് ഈക്വൽ ആയാലും സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 എക്സ് ഇ റൈസ് ടു ലാംഡ എക്സ്. പക്ഷെ ഇവിടെ ലാംഡ എന്താണ്? ലാംഡ എന്ന് പറഞ്ഞാൽ -1 ആണ്. ദെർഫോർ ആ -1 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് -x. C1 പ്ലസ് C2 എക്സ് ഇ റൈസ് ടു -x. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കൂ, y ഓഫ് 0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 0. പിന്നെ തന്നത് പിന്നെ y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇനീഷ്യൽ കണ്ടീഷനും ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ C1നെയും ഈ C2നെയും കണ്ടുപിടിക്കണം. ഓക്കെ, C1നെയും C2നെയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് y ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ള ഈ ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ, y ഓഫ് 0 എന്താണ്? y ഓഫ് 0 എന്നാൽ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ തരും C1 പ്ലസ് C2 ഇൻറ്റു എക്സിന് 0 കൊടുത്താൽ ഇൻറ്റു 0 പ്ലസ് ഇ റൈസ് ടു -0 -1 ഇൻറ്റു 0 ദറ്റ് ഈസ് ഇ റൈസ് ടു 0 അല്ലേ? ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്താണ്? ഇ റൈസ് ടു 0 1 ആണ്. ദെർഫോർ ദിസ് ഈസ് 1 ആണ്. എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എഴുതണ്ട. സോ C1 പ്ലസ് C2 ഇൻറ്റു 0 ദാറ്റ് ഈസ് C1. ഇതെന്താണെന്ന് പറയുന്നത്? y ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ C1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, C1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ C1 ഇതിനെ നമുക്ക് 0 എന്ന് കൊടുക്കാം. ഓക്കെ, അത് 0 എന്ന് കൊടുത്താൽ പുതിയ y ഓഫ് എക്സ് എന്ത് വരും? ദെൻ y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 0 ആണ്. ദെൻ C2 എക്സ് ഇ റൈസ് ടു -x. ഇതാണ് നമ്മുടെ പുതിയ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്താൽ മതി? ഇതിനെ ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് ഇറ്റ് വൺസ്. ലെറ്റ് മീ ക്ലിയർ, ഇത്രയും ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഞാൻ ഇതിൻ്റെ ബാക്കി ഇവിടെ എഴുതാണ് കേട്ടോ. ഇതിവിടെ നോക്കട്ടെ. ഓക്കെ, സോ y ഡാഷ് ഓഫ് എക്സ് എന്താണ്? y ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C2 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എക്സും ഉണ്ട് ഇ റൈസ് ടു എക്സും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന വരും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഇ റൈസ് ടു -x ഇൻറ്റു -1 അല്ലേ? പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് d/dx ഓഫ് എക്സ്, അത് 1 ആണ് അല്ലേ? 1 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഇ റൈസ് ടു -x. ഓക്കെ, ഇത് നമുക്ക് ചുരുക്കി എഴുതിയാൽ എങ്ങനെ എഴുതാം? C2 ഇൻറ്റു -x. അപ്പോൾ നമുക്ക് ഈ ടേം ആദ്യം എഴുതാം അല്ലേ? ഇ റൈസ് ടു -x മൈനസ് എക്സ് ഇ റൈസ് ടു -x. ഈ ഇ റൈസ് ടു -x കൂടെ കോമൺ ആക്കി എടുത്താൽ എന്ത് വരും? C2 ഇ റൈസ് ടു -x ഇൻറ്റു 1 - x
ശരിയല്ലേ? ഇതാണ് വൈ ഡാഷ്. ഇനി നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ ഇതെന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ കണ്ടീഷൻ വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1. വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തു നോക്കാം അല്ലേ? വൈ ഡാഷ് ഓഫ് 0 എന്താണ്? വൈ ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് C2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ C2 പിന്നെ e റേസ് ടു മൈനസ് 0 e റേസ് ടു മൈനസ് 1 ഇൻറ്റു 0 ഇൻറ്റു 1 മൈനസ് 0 അല്ലേ? എക്സിന് 0 കൊടുത്തു. അപ്പോൾ എന്താ കിട്ടിയത്? C2 e റേസ് ടു 0 എന്ന 1 ആണ്. ദെർഫോർ C2 ഇൻറ്റു പിന്നെ 1 ഉള്ളൂ ഇവിടെ അല്ലേ? C2 ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ C2ൻ്റെ വാല്യൂ കിട്ടി. എന്താണ്? C2 ഈസ് ഈക്വൽ ടു 1. C2 ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് C2ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. ഇവിടെ C2ൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ദിസ് ഇംപ്ലൈസ് y of x is equal to 1 ആണ് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? എക്സ് ഇ റേസ് ടു മൈനസ് എക്സ്. സോ നമ്മുടെ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ ആയില്ല, സൊല്യൂഷൻ നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടില്ല അല്ലേ? ഫൈനൽ ആൻസർ എന്നാണ് ചോദിച്ചത് y of 2 ഈസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ മായ്ക്കുകയാണ്, കംപ്ലീറ്റ് മായ്ക്കുകയാണ്. സോ y of x is equal to we got y of x is equal to x e raised to minus x ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് y of 2 എന്താണെന്നുള്ളതാണ്. സോ y of 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 e raised to minus 2. ഓക്കെ, 2 e raised to minus 2. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ എക്സാം ഹാളിലുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാൽക്കുലേറ്റർ എടുക്കണം. ഓക്കെ, സ്ക്രീനിലെ കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ചെയ്യേണ്ടത് e റേസ് ടു മൈനസ് 2 എന്നതാണ് 1/e² ആണ് അല്ലേ? ഇത് ചെയ്യണം 2/e². അപ്പോൾ ഇൻ്റെ വാല്യൂ അറിയണം അല്ലേ? ഇൻ്റെ വാല്യൂ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ല, കമ്പ്യൂട്ടറിൽ വാല്യൂ ഇ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്? 2ൻ്റെ വാല്യൂ ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.718 ആണ് ഇതിൻ്റെ ഇയുടെ വാല്യൂ. ഇയുടെ വാല്യൂ എന്താണ്? 2.718. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുക ദിസ് ഈസ് ഓൾമോസ്റ്റ് 0.271. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക 0.271. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡെസിമൽ പ്ലേസിന് ശേഷം 2 അക്ഷരം മാത്രമേ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ, ഫൈനൽ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, സ്ക്രീനിൽ നിങ്ങൾ ഓപ്ഷൻ ടൈപ്പ് ചെയ്യേണ്ടത് ഇത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. NAT. NATൻ്റെ പ്രത്യേകത എന്താണ്? NAT നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആൻസർ. ഓക്കെ, അതിന് ഓപ്ഷൻ ഉണ്ടാവില്ല. ഇത്തരം ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇവിടെ ഒരാൾ 2.7 പകരം ഒരാൾക്ക് കിട്ടിയത് 0.26 ആണ്. അപ്പോൾ അത് തെറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ തെറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ NAT ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ എപ്പോഴും റേഞ്ചാണ് അവർ തരിക. ഓക്കെ, ഇതിന് ആൻസർ ഇപ്പം കൊടുക്കുക അവർ 0.24 to 0.28. ഈ 0.24നും 0.28നും ഇടയ്ക്കുള്ള ഏതൊരു നമ്പർ എഴുതിയ ആളുകൾക്കും കറക്റ്റ് ആൻസർ ആയിട്ട് കൂട്ടിയിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആൻസർ റിസൾട്ട് മാർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒന്നും വന്ന് പ്രശ്നമില്ല, പക്ഷേ ഏകദേശം ക്ലിയർ ആയിരിക്കണം, അതിൻ്റെ ഉത്തരത്തിൽ അടുത്തായിരിക്കണം, അതാണ് ഉത്തരം. അപ്പോൾ ഇതാണ് NAT ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നത്, NAT ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. നോ നെഗറ്റീവ് മാർക്സ്. അപ്പോൾ നിങ്ങൾ തെറ്റിച്ചാലും നിങ്ങൾക്ക് മാർക്സ് എന്തെങ്കിലും കുറയ്ക്കില്ല. മറ്റുള്ള ടൈപ്പ് അങ്ങനെയല്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ശരിയാക്കിയിട്ടില്ലെങ്കിൽ, അത് നിങ്ങൾ ചെയ്ത ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് -1/3 മാർക്ക് കുറയും അല്ലേ? -1/3 ആണ് അത്ര 0.33. അപ്പോൾ ആകെ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ 1 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയതിന് പകരം 3 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാൽ മതി, ഈ ശരിയാക്കിയ മാർക്കാണ് പോകും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്ലിയർ ആണല്ലോ? ഇതിലാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ദിസ് ഈസ് ഇതും 2000 അതേ വർഷം തന്നെ ചോദിച്ചതാണ്, 2017. ഓക്കെ, 2017 ജാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ. Consider 2 particles moving along the x-axis. Consider 2 particles moving along Consider 2 particles moving along the x-axis
along the x-axis, full stop. In terms of their coordinates x1 and x2, in terms of their coordinates x1 and x2, their velocities are given as, dx1 by dt is equal to dx1 by dt is equal to x2 minus x1 and dx2 by dt is equal to x1 minus x2 respectively. Okay, respectively. When they start moving from their initial locations, from their initial locations of x1 of 0 is equal to 1 and x2 of 0 is equal to minus 1, the time dependence of both x1 and x2, the time dependence of both x1 and x2 contains a term of the form e raised to at, where a is a constant, the value of a is the value of a ന്റെ വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ആ ഇൻറ്റീജർ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈസ് ഓക്കെ, ഇതും ഒരു നാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്, ഓപ്ഷൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ടൈപ്പ് ചെയ്ത ടൈപ്പാണ്. ഇവിടെ ടൈപ്പ് തന്നിട്ടുണ്ട് ഇൻറ്റീജറാണ്. ഓക്കെ, സോ ദിസ് എൻ ഇൻറ്റീജർ വാല്യൂ, ഒരു ഇൻറ്റീജർ ആൻസറാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് dx1 by dt is equal to x2 minus x1. This is the velocity, അല്ലേ? This is velocity of the first particle. This is the velocity of the second particle. പക്ഷേ വെലോസിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വെലോസിറ്റീസ് രണ്ടാളുടെയും കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് x1 മൂവ് ചെയ്യുമ്പോൾ x1ൻ്റെ വേഗത x1ൻ്റെ പോക്ക് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആരെ പോക്കിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, x2ൻ്റെ പൊസിഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കേട്ടോ, x1ൻ്റെ വേഗത x2ൻ്റെ പൊസിഷനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും x2ൻ്റെ വേഗത x1ൻ്റെ പൊസിഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? x1ൻ്റെ പൊസിഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. കണ്ടോ, x1 of 0 equal to 1 and x2 of 0 is equal to -1. ഇങ്ങനെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോക്കൂ, ഇത് ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ നോക്കുക. ബാക്കി ഞാൻ വായിക്കാൻ പോവാണ്. ഈ രണ്ട് കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ ഞാൻ വായിക്കാൻ പോവാണ്. ഓക്കെ, സോ ഐ വിൽ ക്ലിയർ ദ ബോർഡ് നൗ.
നോക്കൂ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ dx1/dt is equal to x2 minus x1 അല്ലേ? x2 minus x1. രണ്ടാമത്തതോ dx2/dt is equal to x1 minus x2. ഇതെന്താണ്? ഇത് x2 minus x1, ഇത് x1 minus x2. So they are related അല്ലേ? dx1/dt is equal to minus dx2/dt അല്ലേ? ശരിയല്ലേ? കാരണം ഇതിൻ്റെ ഇതിന്നൊരു നെഗറ്റീവ് അങ്ങ് കോമൺ ആക്കി എടുത്താൽ നമുക്ക് ഇത് കിട്ടും അല്ലേ? സോ ദെർഫോർ ദേ ആർ റിലേറ്റഡ്. ഇത് രണ്ടും തമ്മിൽ റിലേറ്റഡ് ആണ്. എങ്ങനെ? ഒരു നെഗറ്റീവിൻ്റെ റിലേഷനാണുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷൻ, ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം രണ്ട് സൈഡിലും. ഓക്കെ, രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ dx1 is equal to integral dx1 is equal to integral x2 minus x1 dt അല്ലേ? രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് x1 എന്ന് കിട്ടും. x1 is equal to ഇവിടെ എന്താ കിട്ടുക? ഇവിടെ x2 dt അല്ലേ? let me take this equation. ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതല്ല. നോക്കൂ, ഈ ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഇക്വേഷൻ. ഓക്കെ, ഇത് രണ്ട് സൈഡിലും ഞാൻ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി ടി. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആദ്യം. ഓക്കെ, രണ്ട് സൈഡിലും ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? dx1 is equal to minus dx2 എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? x1 is equal to minus x2 plus c. ശരിയല്ലേ? x1 is equal to minus x2 plus c. ശരിയല്ലേ? ഈ c എന്നുള്ള കോൺസ്റ്റന്റ് ഞാൻ c1 കൊടുക്കണം, കാരണം നമുക്ക് ഇനി ഇതുപോലെ ഒരു ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യണം. അപ്പം മറ്റൊരു കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ c ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് x1 നമുക്ക് x2ൻ്റെ ടേംസിൽ കിട്ടി അല്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ നോക്കാം. ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് x1 of 0 is equal to 1 and x2 of 0 is equal to -1 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ കൺസിഡർ ചെയ്യാം ആദ്യം. ഓക്കെ, x1 of 0 അതിവിടെ കൊടുത്തു നോക്കുക. ഓക്കെ, അതിവിടെ കൊടുത്തു നോക്കുക. അതായത് t equal to 0 കൊടുക്കുക. t equal to 0 കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ ടി ഈക്വൽ ടു 0 കൊടുക്കാനില്ല അല്ലേ? ഓൾറെഡി എന്താണ്? ടി ഇല്ലാത്ത ടേംസ് ആണ്. സോ x1 of 0 എന്താണ്? x1 of 0 is equal to this is equal to 1. This is equal to 1. That means x1 of 0 1 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 is equal to minus x2 plus c. 1 is equal to minus x2 plus c. ഇനി അതേപോലെ അതിൻ്റെ കൂടെ തന്നെ x2 of 0 എന്താണ് തന്നിട്ടുണ്ട്? x2 of 0 is -1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ -1 കൊടുത്താൽ സംഭവിക്കുക? x2 is equal to -1 കൊടുത്താൽ, സോ x2 is equal to -1 കൊടുത്താൽ 1 is equal to മൈനസ് ഓൾറെഡി ഉണ്ട്. x2 -1 ആണെങ്കിൽ -1 പ്ലസ് c അല്ലേ? പ്ലസ് c1. ഇവിടെ c1 കൊടുക്കാം. c1. സോ ഇത് ശരിയാവണമെങ്കിൽ ഇവിടെ മൈനസ് പ്ലസ് ആയി അല്ലേ? ദെർഫോർ c1 എന്തായിരിക്കണം? c1 is equal to 0. ഈ മൈനസിനെ പുറത്തേക്ക് എടുത്താൽ എന്തായി? അല്ല, ഈ 1നെ പുറത്തേക്ക് എടുത്താൽ c1 0 ആയി. സോ c1 equal to 0. c1 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ c1 0 ആയി അല്ലേ? അപ്പോൾ എന്ത് വരിക? x1 is equal to minus x2. x1 is equal to minus x2. ഓക്കെ, സോ ഈ വാല്യൂ ഇവിടെ നിൽക്കട്ടെ. x1 is equal to -2 എന്നുള്ള വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ,
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ x1 ഈസ് ഈക്വൽ ടു -x2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ നോക്കൂ, dx1/dt എന്താണ്? dx1/dt നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? dx1/dt എന്ന് പറഞ്ഞാൽ x2 - x1 ആയിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ കിട്ടിയത് എന്താണ്? ഇപ്പോൾ കിട്ടിയത് x1 ഈസ് ഈക്വൽ ടു -x2. അതിവിടെ കൊടുത്തു നോക്കൂ. സോ ദാറ്റ് ഇംപ്ലൈസ് -x1 - x1. സോ dx1/dt ഈസ് ഈക്വൽ ടു -2x1. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ആദ്യ മെത്തേഡ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ബൈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, ആ മെത്തേഡ് ചെയ്യാം. dx1 / എക്സിനെ ഇവിടേക്ക് എടുക്കുക, ഈസ് ഈക്വൽ ടു -2dt. എന്നിട്ട് രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? dx1/x1 എന്ന് പറഞ്ഞാൽ log x1 വരും അല്ലേ? log x1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2t പ്ലസ് c2. നമുക്ക് c2 എന്ന് കൊടുക്കാം. ഓക്കെ, -2c2. സോ നമുക്ക് രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കാം അല്ലേ? -2 + c2 നമുക്ക് എന്ത് എടുക്കാം? നമുക്ക് വേണമെങ്കിൽ log c2 എന്ന് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അല്ലേ? സോ log c2 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിൽ ലോഗ് എടുത്താൽ എക്സ്പോണൻഷ്യൽ എടുത്താൽ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുത്താൽ ഇങ്ങനെ എഴുതാം, e⁻log x1 ഈസ് ഈക്വൽ ടു e⁻−2t പ്ലസ് log c2. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് e⁻log എന്താണ്? 1 ആണ് അല്ലേ? സോ x1 ഈസ് ഈക്വൽ ടു e⁻log x1 എന്ന് പറഞ്ഞാൽ x1 ആണ്. e⁻log വാട്ട് എവർ കംസ് അതെന്തായിരിക്കും? ആ വാട്ട് എവർ ഇതായിരിക്കും. മനസ്സിലായോ? കാരണം e⁻log പറഞ്ഞാൽ പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്, ഒന്നൊന്നിനെ ക്യാൻസൽ ചെയ്യുന്ന ഓപ്പറേഷൻ. ഓക്കെ, സോ e⁻log x ഈസ് ഈക്വൽ ടു x. അതാണ് e⁻log x1 എന്ന് പറഞ്ഞാൽ x1 ഈസ് ഈക്വൽ ടു e⁻2t e⁻−2t പ്ലസ് പ്ലസ് log c2 നമുക്ക് എന്ത് ചെയ്യാം? e⁻log c2 എന്ന് എഴുതാം അല്ലേ? ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഏത്? e⁻a + b എന്താണ്? e⁻a + b എന്ന് പറഞ്ഞാൽ e⁻a ഇൻറ്റു e⁻b ആണ് അല്ലേ? ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇവിടെ ഇൻറ്റു ആണ്. ഓക്കെ, ഇനി ഈ e⁻log അഗെയിൻ ഇവിടെ നോക്കൂ, e⁻log ആണ് ഇവിടെ കണ്ട അതേപോലെ തന്നെ e⁻logന് ശേഷം എന്താണ് വരുന്നത്? അതായിരിക്കും ഉണ്ടാവുക. ഇവിടെ c2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ c2 e⁻−2t ഇതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു x1. അപ്പോൾ നമുക്ക് x1ന് എന്ത് കിട്ടി? x1ൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, x1ൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടി. ഇനി നോക്കൂ, ഇനി നമുക്ക് നമുക്ക് നേരത്തെ തന്ന ഇനീഷ്യൽ കണ്ടീഷൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, x1ൻ്റെ വാല്യൂ ഇവിടെ എഴുതാണ്. നിങ്ങൾ c2 e⁻−2t ഇതാണ് x1. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ ആദ്യം തന്ന ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താണ്? x1 ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 അല്ലേ? അവിടെ tക്ക് 0 കൊടുക്കുക. അപ്പം x1 ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു c2 e⁻−1 c2 e⁻−2 into 0. ദാറ്റ് ഇംപ്ലൈസ് e⁻2 into 0 എന്നാൽ e⁻0 എന്നാൽ എന്താണ്? 1. ഓക്കെ, സോ ഇത് നമുക്ക് 1 എഴുതാം. ബാക്കി എന്താ ഉള്ളത്? c2 മാത്രമേ ഉള്ളൂ. ഈ c2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്തായി? ഇത് 1 ആയിപ്പോയി അല്ലേ? ദാറ്റ് ഈസ് 1. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? c2 ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു c2 ഓർ c2 ഈസ് ഈക്വൽ ടു 1. അത് നമുക്ക് ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ x1 എന്തായി? x1 ഈസ് ഈക്വൽ ടു e⁻−2t e⁻−2t. ഓക്കെ, x1 ഈസ് ഈക്വൽ ടു e⁻−2t. ഓക്കെ, ഇനി അഗെയിൻ ഇതവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ ഇവിടെ എഴുതാണ്. x1 ഈസ് ഈക്വൽ ടു e⁻2t. ഓക്കെ, ഇനി അഗെയിൻ നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് തന്നെ വരാം. നോക്കൂ, dx1/dt ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? x2 - x1 ആയിരുന്നു അല്ലേ? ശരിയല്ലേ?
സിമിലർലി നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, എന്താണ് dx2/dt എന്തായിരുന്നു, x1 മൈനസ് x2 ആയിരുന്നു. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്കറിയാം x2 എന്താണ്, സോറി x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 ആണ്. ഓക്കെ, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് ഈക്വൽ ടു x1 ഈസ് ഈക്വൽ ടു മൈനസ് x2. അപ്പോൾ ഈ x1ന് പകരം മൈനസ് x2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ dx2/dt ഈസ് ഈക്വൽ ടു മൈനസ് x2 മൈനസ് x2. മൈനസ് x2 മൈനസ് x2 എന്തായി, മൈനസ് x2 മൈനസ് x2, ദാറ്റ് ഈസ് dx2/dt ഈസ് ഈക്വൽ ടു മൈനസ് 2x2. നേരത്തെ കിട്ടിയ അതേപോലത്തെ ഇക്വേഷൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ബൈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പോൾ എന്ത് വരും, dx2 ഡിവൈഡ് ബൈ x2 ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു dt. ഇൻ്റഗ്രൽ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിനെ മോൾക്ക് എഴുതാണ്. ഓക്കെ, മോൾക്ക് എഴുതുമ്പം ലോഗ് x2 ഇസ് ഈക്വൽ ടു മൈനസ് 2t പ്ലസ് ലോഗ് c3 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ലോഗ് x2 ഇസ് ഈക്വൽ ടു രണ്ട് സൈഡിൽ എക്സ്പൊണൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ എക്സ്പൊണൻഷ്യേറ്റ് ചെയ്യുക, ഇവിടെ എക്സ്പൊണൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടെ എന്ത് വരും, e⁻ മൈനസ് 2t ഇൻറ്റു c3 എന്ന് വരും. ഓർ ഈ c3 നമുക്ക് ഫസ്റ്റ് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു c3 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ x2. സോ x2 ഇസ് ഈക്വൽ ടു c3 e⁻ മൈനസ് 2t. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ, നേരത്തെ തന്ന കണ്ടീഷൻ എന്താണ്, രണ്ടാമത്തെ കണ്ടീഷൻ x2 ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് 1 അല്ലേ. x2 ഓഫ് 0 എന്താണ്, മൈനസ് 1 ആണ്, അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ x2 ഓഫ് 0 എന്താണ്, x2 ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇവിടെ c3 e⁻ മൈനസ് 2 ഇൻറ്റു 0. ദെർഫോർ c3 ഈസ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ c3 മൈനസ് 1, ആ c3 വാല്യൂ ഇവിടെ കൊടുക്കുക, മൈനസ് 1. അപ്പോൾ എന്ത് വരും, സോ വി വിൽ ഹാവ്, ഇതൊന്ന് മായ്ക്കുകയാണെങ്കിൽ c3യുടെ വാല്യൂ മൈനസ് 1 കൊടുത്താൽ x2 ഈസ് ഈക്വൽ ടു മൈനസ് e⁻ മൈനസ് 2t, മൈനസ് e⁻ മൈനസ് 2t, ശരിയല്ലേ, മൈനസ് e⁻ മൈനസ് 2t. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ നോക്കുക. ദ ടൈം ഡിപ്പെൻഡൻസ് ഓഫ് x1 ബോത്ത് x1 ആൻഡ് x2 കണ്ടെയ്ൻസ് എ ടേം e⁻at അല്ലേ. ടൈം ഡിപ്പെൻഡൻസിൽ അതായത് x1ഉം x2 നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, x1 ഈസ് ഈക്വൽ ടു e⁻ മൈനസ് 2t, x2 ഈസ് ഈക്വൽ ടു മൈനസ് e⁻ മൈനസ് 2t. അപ്പോൾ രണ്ടിലും എന്തുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ബോത്ത് x1 ആൻഡ് x2. x1ൻ്റെയും x2ൻ്റെയും ടൈം ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് e⁻at എന്നുള്ള ഫോമിലാണെന്നാണ് പറയുന്നത് അല്ലേ. വേർ a ഈസ് എ കോൺസ്റ്റൻറ്റ്, ആ എയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കിട്ടിയല്ലോ നമുക്ക് വാല്യൂ എത്രയാണ്, വാല്യൂ e⁻ മൈനസ് 2t അല്ലേ, e⁻ മൈനസ് 2t. Therefore value of a is equal to minus 2. Therefore a is equal to minus 2. So ഇതൊരു ഇൻറ്റീജർ ആണ് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു ഫൈനൽ ആൻസർ വിൽ ബി ആൻ ഇൻറ്റീജർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ, എല്ലാവർക്കും ക്ലിയർ ആണ്, ഫൈൻ. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3, കൺസിഡർ ദ ഇക്വേഷൻ, consider the equation dy by dx is equal to y square by x with the boundary condition y of 1 equal to 1, out of the following full stop, out of the following the range of x in which
x in which the range of x in which y is real and finite is y is real and finite is ഓപ്ഷൻ എ. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറയുന്നത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ രണ്ട് ഈക്വൽ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഓപ്ഷൻ ബി പറയുന്നത് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ. ഓപ്ഷൻ സി പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓപ്ഷൻ ഡി പറയുന്നത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തു തോന്നുന്നു. അപ്പം നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. വി ഹാവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² dy ബൈ ഡി എക്സ് ഈക്വൽ ടു y² ബൈ എക്സ്. സിമ്പിളാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അല്ലേ? ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. അതായത് സെപ്പറബിൾ ഫംഗ്ഷൻ ആണ് y² ബൈ എക്സ്. സോ ഫസ്റ്റ് നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം വാട്ട് ഈസ് y of 1. then ക്വസ്റ്റ്യൻ എന്താണ്? y ഈസ് റിയൽ ആൻഡ് ഫൈനൈറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഏത് റേഞ്ചിലാണ്, എക്സിൻ്റെ ഏത് റേഞ്ചിലാണ് y റിയൽ ആൻഡ് ഫൈനൈറ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ് മീ ക്ലിയർ ദ ബോർഡ്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ. സോ ലെറ്റ്സ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്ത് വരും? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു y² ബൈ എക്സ് ആണ്. സോ ഞാൻ ഈ എക്സിനല്ല, ഈ വൈനെ ഇങ്ങോട്ട് എടുത്തു, ഡി എക്സിനെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അത് വരും dy ബൈ y² ഈസ് ഈക്വൽ ടു dy ബൈ y² ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് dx. dy ബൈ y² ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് dx. dy ബൈ y² എന്നതാണ്? dy ബൈ y² എന്നാണ് y റൈസ് ടു -2 dy ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് dx. ഓക്കെ, y റൈസ് ടു -2 എന്താണ്? y റൈസ് ടു -2 പറഞ്ഞാൽ -2 പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1, അല്ലേ? ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്നാണ്? 1 ബൈ എക്സ് ആണ് log x ആണ്. സോ log x പ്ലസ് c. സോ ദിസ് ഈസ് ഈക്വൽ ടു y റൈസ് ടു -2 പ്ലസ് 1. y റൈസ് ടു -2 പ്ലസ് 1 എന്നാൽ y റൈസ് ടു -1 ബൈ -1, അല്ലേ? ഈസ് ഈക്വൽ ടു log x പ്ലസ് c. പക്ഷേ y റൈസ് ടു -1 എന്താണ്? ഞാൻ ഇവിടെ മുകളിൽ എഴുതട്ടെ. മുകളിൽ എഴുതിയാൽ y റൈസ് ടു -1 എന്നാൽ 1 ബൈ y ആണ്. പക്ഷേ ഇവിടെ താഴെ ഒരു മൈനസും ഉണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ മൈനസ് മുകളിൽ എഴുതി. സോ -1 ബൈ y ഈസ് ഈക്വൽ ടു log x പ്ലസ് c. log x പ്ലസ് c. ഇനി നമുക്ക് നോക്കൂ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് y of 1 എന്താണ്? ക്വസ്റ്റ്യനിൽ y of 1 ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ y of 1 കൊടുത്ത് നോക്കാം. ഇവിടെ എക്സിന് 1 കൊടുത്ത് നോക്കാം. അപ്പം എന്തുവരും? y of 1 ആണ്. ദെർഫോർ 1 ബൈ 1 ഈസ് ഈക്വൽ ടു വൈക്ക് 1 കൊടുത്തു. ഇവിടെ വൈക്ക് 1 കൊടുത്തു. ഓക്കെ, സോ 1 ബൈ 1 ഈസ് ഈക്വൽ ടു log 1 പ്ലസ് c. log 1 പ്ലസ് c. സോ ഫ്രം ദിസ് ഇത് നമുക്ക് എന്ത് കിട്ടും? -1 ഈസ് ഈക്വൽ ടു log 1. log 1 എന്താണ്? log 1 ആണ് 0 ആണ്. സോ ദിസ് ഈസ് 0 പ്ലസ് c. ദെർഫോർ c ഈസ് ഈക്വൽ ടു -1. c കിട്ടി. c ഈസ് ഈക്വൽ ടു -1. സോ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലേ? c ഈക്വൽ ടു -1. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതട്ടെ. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -1 ബൈ y ഈസ് ഈക്വൽ ടു log x പ്ലസ് c ആണ്. log x പ്ലസ് c ആണ്. പക്ഷേ c എന്താണ്? c ഈസ് ഈക്വൽ ടു -1. സോ അത് നമ്മുടെ കൊടുക്കുകയാണ്. c ഈസ് ഈക്വൽ ടു -1. ദെർഫോർ log x -1. ഓക്കെ, ഈ മൈനസിന് രണ്ട് സൈഡിലും ഞാൻ -1 മൾട്ടിപ്ലൈ ആണ്. സോ ഇവിടെ പ്ലസ് ആവും. ഓക്കെ, -log x പ്ലസ് 1. എന്നിട്ട് എന്ത് ചെയ്യാണ്? രണ്ട് സൈഡിലും റെസിപ്രോക്കൽസ് എടുക്കുകയാണ്. റെസിപ്രോക്കൽസ് എടുക്കുമ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും? 1 ബൈ y ഉള്ളത് y ആവും, അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് 1 ബൈ y ഉള്ളത് y ആവും. ഇപ്പുറത്തെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ 1 മൈനസ് log x ആവും. 1 ബൈ 1 മൈനസ് log x. ഓക്കെ, 1 ബൈ. സോ ഇവിടെ നോക്കൂ, ഇനി
വെൻ ഇവിടെ x = 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? x 0 കൊടുത്താൽ log 0 എന്താണ്? log 0 ആർക്കെങ്കിലും അറിയോ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് log 0? log 1 എന്താണ്? 0 ആണ് അല്ലേ? log 0 എന്താണ്? നോക്കൂ, പറയോ. log 0 എന്താണ്? log 0 നോട്ട് ഡിഫൈൻഡ് ആണോ? ഓക്കെ, log 0 എന്ന് പറഞ്ഞാൽ നോക്കൂ, ലോഗരിതം ഫംഗ്ഷൻ ഇങ്ങനെയാണുള്ളത് അല്ലേ? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. റൈറ്റ്, ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇതാണ് log x. y = log x. ഇത് x ആണെങ്കിൽ ഓക്കെ, y log, അതായത് log 0 എന്താണ്? അല്ല, log 1 എന്താണ്? 1. x = 1 എന്നുള്ള പോയിൻ്റാണിത്. ഓക്കെ, ആ log 1 എന്താണ്? 0 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ വാല്യൂ, വൈയുടെ വാല്യൂ 0. ഓക്കെ, അപ്പം എക്സ് 1-നേക്കാളും കൂടുമ്പോൾ ലോഗിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? 0-നേക്കാളും കൂടും. എക്സ് 1-നേക്കാളും കുറയുമ്പോൾ ലോഗിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോവുക? മൈനസ് വാല്യൂസിലേക്കാണ് പോവുക, നെഗറ്റീവ് ആവും. ഉണ്ടോ? അപ്പോൾ log 0.1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദിസ് വിൽ ബി ലെസ് ദാൻ 0, നെഗറ്റീവ് ആയിരിക്കും വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ പോന്ന് ഇവിടെ എക്സ് 0 എത്തുമ്പം വൈയുടെ വാല്യൂ എവിടെ ആയിരിക്കും? ഇറ്റ് വിൽ ബി -∞. ശരിയല്ലേ? വൈയുടെ വാല്യൂ ബി log 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -∞. ഓക്കെ അല്ലേ? പക്ഷേ ലോഗിന് നെഗറ്റീവ് വാല്യൂസ് എടുക്കാം, എക്സിന് നെഗറ്റീവ് വാല്യൂസ് എടുക്കാൻ പറ്റുമോ? എക്സിന് 0-ക്കും 1-നും ഇടയുള്ള വാല്യൂസ് എടുക്കാം. പക്ഷേ ലോഗ് എക്സ് നെഗറ്റീവ് ആകുമ്പം ലോഗിൻ്റെ വാല്യൂ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ റീജിയണിൽ ലോഗ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇവിടെ നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. ഓക്കെ, 0 വരെ ഡിഫൈൻഡ് ആണ്. 0-ൻ്റെ വാല്യൂ എന്താണ്? -∞ ആണ്. 0-ൻ്റെ ബാക്കിലോട്ട് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പിന്നെ log x എന്തല്ല? ഈസ് നോട്ട് ഡിഫൈൻഡ്. log x is defined only for 0 and positive real numbers. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താവണം? log x is not defined for നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ നോക്കൂ, നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഓപ്ഷൻ എ നോക്കൂ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ -∞ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആണ്. അതെല്ലാം ഉറപ്പല്ലേ? കാരണം എന്താണ്? അതിൻ്റെ വാല്യൂ എക്സ് നെഗറ്റീവ് ആകുന്നുണ്ട്. എക്സിന് നെഗറ്റീവ് ആകാൻ ഒരിക്കലും കഴിയില്ല. ഓക്കെ, log x ആയത് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ക്ലിയർ അല്ലേ? സോ log x is not defined for നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്. therefore ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കൂ, ഓപ്ഷൻ ബിയിൽ -3 ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ആകെ ഉള്ളത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ്. ഓപ്ഷൻ സി നോക്കൂ, ഓപ്ഷൻ സി പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് പറയുന്നത്. അതായത് ഓപ്ഷൻ സി പറയുന്നത് ഈ വാല്യൂ ദിസ് ഇസ് ഫൈനൈറ്റ്, റിയൽ ആൻഡ് ഫൈനൈറ്റ്. ഇതിൻ്റെ വാല്യൂ റിയൽ ആൻഡ് ഫൈനൈറ്റ് ആകുന്നത് എപ്പോഴും വരാം? 1 കഴിഞ്ഞു, ഇത് 2 ആണ്, ഇത് x = 3. ഈ 3 ഉള്ള വാല്യൂ വരെ മാത്രമേ ഇയാൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ഓപ്ഷൻ സി പറയുന്നത്. അത് ശരിയല്ല. കാരണം എന്താണ്? log 4 കൊടുത്താലും നമുക്ക് ഈ വാല്യൂ ഇവിടെ കിട്ടും. ഇവിടെ log 4 കൊടുത്താൽ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. 1 മൈനസ് വാട്ട് എവർ, ആ log 4 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 പോയിന്റ് സംതിങ് എഴുതാം. ആ 2 പോയിന്റ് സംതിങ് ആണ് നെഗറ്റീവ് വാല്യൂ ആണ്. ഒരു -1/1 - 1.5 എന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് റിയൽ വാല്യൂ, ദാറ്റ് ഈസ് റിയൽ ആൻഡ് ഫൈനൈറ്റ്. അപ്പോൾ എന്തല്ല, log എക്സിന് 3 എന്നുള്ള വാല്യൂ മാത്രമല്ല, അതിന് മോൾക്കും വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി യു അല്ല. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓക്കെ, ഇനി ഒരു കാര്യം, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ 3-നേക്കാളും ചെറുതാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ റിയൽ ആൻഡ് എന്നല്ലേ പറയുന്നത് നമുക്ക്. സോ y is equal to 1/1 മൈനസ് log x. log x 3-നേക്കാളും ചെറുതായാന്ന് സംഭവിക്കാം. ഇവിടെ നോക്കൂ, 3 ആവുമെന്ന് സംഭവിക്കാം, അല്ല 1 ആവുമെന്ന് സംഭവിക്കാം. ഐ മീൻ log 1/1 മൈനസ് log 2. ഓക്കെ, അവിടെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ദ റേഞ്ച് ഓഫ് എക്സ് ഇൻ വിച്ച് y ഈസ് ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഏത് റേഞ്ചാണ്
വൈ റിയൽ ആൻഡ് ഫൈനൈറ്റ് ആയിട്ടുള്ളതാണ്. അത് കറക്റ്റ് ആൻസർ 3 > x ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ വാലിഡ് ആയിട്ടുള്ളത് 0 x > കേട്ടോ. ഈ ഫംഗ്ഷൻ ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ അല്ലേ, ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ആര് മുകളിൽ കാണുന്നത്. അപ്പോൾ ഇയാൾ വാലിഡ് ആണെങ്കിൽ ഇയാൾ എന്തായാലും വാലിഡ് ആയിരിക്കും, കാരണം ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ മുകളിലുള്ളത്. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ തെറ്റൊന്നുമില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ജാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ രൂപത്തിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യും. നമ്മുടെ എക്സാംസും വൺസ് നമ്മൾ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സാംസിൻ്റെ കളികളായിരിക്കും. അപ്പോൾ നിങ്ങളിതൊക്കെ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഓക്കെ, അതിലൊന്നും യാതൊരു പേടിയും പേടിക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഓക്കെ, വാട്ട് ഇസ് ടൈം? 6:57. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാനായി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. അല്ലേ, ഇത് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. 2016, കുറച്ച് മുന്നേ ആണ്. എനിവേ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, the solution of the differential equation dz of x comma y dz of x comma y plus x into z of x comma y dx plus yz of x comma y y into z of x comma y dy is equal to 0 is. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് കാണുമ്പം വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, ശരിയല്ലേ? ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം ഞാൻ ഓപ്ഷൻസ് ഒന്നും എഴുതുന്നില്ല, നമുക്ക് നേരെ സൊല്യൂഷൻസിൽ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, ഡി സെഡ് ഓഫ് എക്സ് കൊമ വൈ അല്ലേ. സോ ഡി സെഡ് ഓഫ് എക്സ് കൊമ വൈ പ്ലസ് ഇവിടെ സെഡ് ഓഫ് എക്സ് വൈ ഉണ്ട്, ഇവിടെയും സെഡ് ഓഫ് എക്സ് വൈ ഉണ്ട് അല്ലേ. അപ്പോൾ സെഡ് ഓഫ് എക്സ് വൈ നമുക്ക് കോമൺ ആക്കി എടുക്കാം. സോ സെഡ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഇവിടെ എന്താ ഉള്ളത്? എക്സ് ഡി എക്സ് വൈ ഡി വൈ, എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇതെന്താണ്? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഈ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. നമുക്ക് ഇതിനപ്പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു ഡി സെഡ് ഓഫ്, ഞാൻ തൽക്കാലം എക്സ് വൈ ഓഫ് എക്സ് വൈ എന്ന് എഴുതുന്നില്ല. ഡി സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് മനസ്സിലാക്കുക. ഡി സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു മൈനസ് സെഡ് ഇൻറ്റു എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ. ഈ സെഡിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തുവരും? ഡി സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് മൈനസ് എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ, മൈനസ് എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ. ഇനി നമ്മൾ ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി സെഡ് ബൈ സെഡ് എന്ത് വരും? ലോഗ് സെഡ് വരും അല്ലേ. സോ ലോഗ് സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ് എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ ബൈ 2, പിന്നെ മൈനസ് വൈ സ്ക്വയർ ബൈ 2, പിന്നെ രണ്ടിനെയും കൂടെ കോമൺ ആയിട്ട് നമുക്കൊരു കോൺസ്റ്റൻ്റ് എഴുതാം. ഓക്കെ, ഇവിടെ ആക്ച്വലി എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഉണ്ടാവും. പക്ഷേ ആ സിയും പിന്നെ ഇവിടെ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സി ഒരു സി ഉണ്ടാവും. ആ സിയും കൂടെ കോമൺ ആക്കിയിട്ട് നമുക്ക് ഒറ്റ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ആ കോൺസ്റ്റൻ്റ് ഞാൻ ലോഗ് സി എന്ന് എഴുതുന്നത്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ലോഗ് സി എന്ന് എഴുതി. ഇനി നമുക്ക് ത്രൂ ഔട്ട് ലോഗ് എടുത്ത് നോക്കാം. ഓക്കെ, ത്രൂ ഔട്ട് എക്സ്പോണൻഷ്യൽ ചെയ്യാം. അപ്പം ഇ റൈസ് ടു ലോഗ് സെഡ് is equal to e raised to minus x square by 2 minus y square by 2 into e raised to log c. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ മാറ്റി എഴുതിയാണ് ഇൻറ്റു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് സെഡ് എന്താണ്? ദറ്റ് ഈസ് സെഡ്. സെഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു ലോഗ് സി എന്താണ്? ദറ്റ് ഈസ് സി. ആ സീനെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി. ഓക്കെ,
സോ ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് z is equal to c e raised to z is equal to c e raised to minus x square plus y square by 2. So this is the answer. ഓപ്ഷനിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ളത്. z equal to c e raised to minus x square minus y square by 2, അതുപോലെ x square plus y square by 2 plus x square minus y square by 2, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ ഇതാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഇതൊക്കെ ഇപ്പോൾ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ള ഭാഗത്തു നിന്നാണ് കേട്ടോ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അധികം ഇതുവരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗത്തു നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. സെക്കൻഡ് ഓർഡറൊന്നും ഒരിക്കൽ ചോദിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും 4 ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ജാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞ 4 പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ വീൽ സ്റ്റോപ്പ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നൊരു പ്രോബ്ലം സോൾവിങ് സെഷൻ ആയിരുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വെക്റ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് കൂടെ ചെയ്യാണ്ട് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് ടോപ്പിക് കവർ ചെയ്ത ടോപ്പിക്ക് വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ വെക്റ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് കൂടെ ചെയ്യാണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫോറിയർ സീരീസ് ഉണ്ട്, ലാപ്ലാസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിയർ സീരീസ്, ലാപ്ലാസ്, ടൈലർ സീരീസ്, ഈ കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, നമുക്ക് നമ്മുടെ സിലബസ് ഒന്നുകൂടെ നോക്കാം. സിലബസ് എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ടോ? നമ്മുടെ സിലബസ് എപ്പോഴും നമ്മൾ കയ്യിൽ വേണം. ഓക്കെ, സിലബസ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. കാരണം നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. കാരണം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക യൂണിവേഴ്സിറ്റിയിലായിരിക്കും, കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സിലബസ് അധികം ഉണ്ടാവും. ജാമിന് എല്ലാം കൂടെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ജാമിന് നിങ്ങൾക്ക് ജാമിൻ്റെ സിലബസ് മാത്രം നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ സിലബസ് ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, 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 ഇതാണ് നമ്മുടെ സിലബസ്. ലെറ്റ് മീ മേക്ക് ദിസ് ഫുൾ സ്ക്രീൻ. ഓക്കെ, ഈ ഫയൽ എല്ലാവരുടെ കയ്യിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാവർക്കും ഗ്രൂപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുന്നുണ്ടായിരുന്നു. ഇതില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, IIT JAM Physics 2021 സിലബസ്. നിങ്ങൾക്ക് IIT JAM ഏതൊക്കെ ഇന്ത്യയിൽ എത്ര IITs ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള IIT നിങ്ങൾക്ക് സ്വപ്നം കാണാം. ഓക്കെ, പിന്നീട് കുറച്ച് IIT ക്യാമ്പസുകളുടെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വേണ്ടിയാണ്. നിങ്ങൾ ഇത്രയും നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്യാമ്പസുകളിലേക്കാണ് നിങ്ങൾ IIT JAM കിട്ടിക്കഴിഞ്ഞാൽ ചെല്ലാൻ പോകുന്നത്. ഓക്കെ, വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസൊക്കെ ഉള്ള ക്യാമ്പസുകളിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ആവേശം കൊള്ളിക്കണം. ഓക്കെ, നിങ്ങൾ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പിന്നെ IIT ബോംബെ, IIT മദ്രാസ്, റൂർക്കി, ഖരഗ്പൂർ, കാൺപൂർ, ഡൽഹി, ഗുവാഹട്ടി, ഇത്രയും ഈ 7 IITs ആണ് ഇപ്പോൾ ടോപ്പ് റാങ്കിൽ നിൽക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള IITs ഒന്നും മോശമാണെന്നല്ല. ബാക്കിയുള്ള IITs കമ്പാരിറ്റീവ്ലി പുതിയ IITs ആയതുകൊണ്ട് കുറച്ച് അത്ര കമ്പാരിറ്റീവ് കിട്ടും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫെയർലി വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും IITs. അപ്പോൾ നമുക്ക് ക്യാമ്പസൊക്കെ നോക്കൂ. നമുക്ക് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ IITസിൽ പഠിക്കുന്നില്ല, അവരൊക്കെ കൂടെ പോയിട്ടൊന്ന് ക്യാമ്പസൊക്കെ ഒന്ന് കാണുന്നതൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന നന്നായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ കൊടുത്തത് IIT JAMൻ്റെ പാറ്റേൺ ആണ്. ഓക്കെ, പാറ്റേൺ ജാമിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും. ഓൺലൈൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ജാം ഓൺലൈൻ മാത്രമാണ്, ഓഫ്ലൈൻ എക്സാം ഇല്ല ജാമിന്. ഓക്കെ, എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. ഓക്കെ, മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹിന്ദി ഉണ്ടാവില്ല. ഓക്കെ, ഹിന്ദിയോ മലയാളമോ ഒന്നും IIT JAMൻ്റെ ഇതിൽ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആകെ സെക്ഷൻ ദർ ബി എ ടോട്ടൽ നമ്പർ ഓഫ് 60 ക്വസ്റ്റ്യൻസ് അറൗണ്ട് ക്യാരിങ് 100 മാർക്സ്. 100 മാർക്സുള്ള 60 ക്വസ്റ്റ്യനാണ് എക്സാമിന് ഉണ്ടാവുക. എൻ്റയർ പേപ്പർ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു 3 സെക്ഷൻസ് A, B, C. 3 സെക്ഷൻ ഉണ്ടാവുക, A, B, C. ഓക്കെ, അങ്ങനെ 3 സെക്ഷനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സെക്ഷൻ എയിൽ ഉണ്ടാവുക 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇൻവോൾവിങ് 10 ക്വസ്റ്റ്യൻസ് ഓഫ് 1 മാർക്ക് ഈച്ച്.
ഓക്കെ, ആൻഡ് 20 ക്വസ്റ്റ്യൻസ് ഓഫ് 2 മാർക്സ് ഈച്ച്. അപ്പോൾ സെക്ഷൻ എയിലുണ്ടാവുക 1 മാർക്കുള്ള 10 ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമുള്ള 20 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 30 ക്വസ്റ്റ്യനാണ് സെക്ഷൻ എയിലുണ്ടാവുക. ഈ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ, ഒരു ആൻസർ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/3 എന്തായിരിക്കും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സെക്ഷൻ ബി മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്താ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ, സെക്ഷൻ ഓപ്ഷൻ എ ബി സി ഡിയിൽ ഒന്നിലധികം ഓപ്ഷൻസ് ശരിയായിരിക്കും. അതായത് ഓപ്ഷൻ എയും ബിയും ശരിയായിരിക്കും ചിലപ്പോൾ. ഓക്കെ, ഓപ്ഷൻ എയും സിയും ശരിയായിരിക്കും, ഓപ്ഷൻ സിയും ഡിയും ശരിയായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ എ ബി സി ഡി 4 ശരിയായിരിക്കും. അങ്ങനെ ഒന്നിലധികം ഓപ്ഷൻസ് ശരിയായിരിക്കും. ഓക്കെ, അതിൽ എല്ലാ ശരിയായിട്ടുള്ള ഓപ്ഷനും ടിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങളിപ്പം ഓപ്ഷൻ എയും ബിയും ആണ് കറക്റ്റ് ആൻസർ എങ്കിൽ നിങ്ങൾ എ മാത്രം ടിക്ക് ചെയ്തു, അങ്ങനെ നിങ്ങളത് തെറ്റാണല്ലോ. പക്ഷേ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതാണ് ഈ സെക്ഷൻ്റെ ഒരു ഗുണം. ഓക്കെ, പിന്നുള്ളത് ഓപ്ഷൻ സി ആണ്, സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് 20 ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്, നാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ചെയ്തു അല്ലേ, 2.27 എന്നുള്ള. അപ്പോൾ അതുപോലെ നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് തെറ്റിയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷേ എപ്പോഴും ആൻസർ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും തരാം. 0.27 ആണ് എക്സാക്റ്റ് ആൻസർ എങ്കിൽ 0.24 to 0.28 എഴുതിയവർക്കൊക്കെ മാർക്ക് കൊടുക്കുന്ന രൂപത്തിലായിരിക്കും ആൻസർ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ ഫസ്റ്റ് മാത്തമാറ്റിക്കൽസ് നോക്കാം. മാത്തമാറ്റിക്കൽ സിലബസ് നോക്കൂ. നമ്മളിപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? നമ്മൾ ഇത് കഴിഞ്ഞു അല്ലേ, വി ഹാവ് ഡൺ ഇംപെർഫെക്റ്റ് എക്സ്പാൻഷൻ, വെക്റ്റർ ആൾജിബ്ര ആൻഡ് വെക്റ്റർ കാൽക്കുലസ്, ഈ ഭാഗം കഴിഞ്ഞു. മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് കഴിഞ്ഞു. ഡൈവേർജൻസ് തിയറം, ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞു. അപ്പം ജാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്നുള്ള സിലബസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, ക്ലാസ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി, ഇപ്പോൾ ഇത്രയും കൂടെ കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കഴിഞ്ഞു. ഓക്കെ, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആണ്. ഇതൊക്കെ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ നമുക്ക് കഥ പറയുന്ന പോലെ പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പോവാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, കേട്ടിരിക്കാനും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ ബാക്കിയുള്ള സെക്ഷൻ നമുക്ക് ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് മെട്രിസസ്, ഡിറ്റർമിനൻസ്, ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതേപോലെ ടൈലർ എക്സ്പാൻഷൻ, ഫോറിയർ സീരീസ്. ഓക്കെ, ടൈലർ എക്സ്പാൻഷൻ ആൻഡ് ഫോറിയർ സീരീസ്. ദെൻ ഈ കാൽക്കുലസ് ഓഫ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ വേരിയബിൾസ്, ഈ ഭാഗത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും അടുത്ത ക്ലാസ്സിൽ വരും ക്ലാസ്സുകളിൽ ചെയ്യും. പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ജാക്കോബിയൻ നമ്മൾ വെക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ജാക്കോബിയൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ ജാക്കോബിയൻ പറഞ്ഞു, വെക്റ്റർ ആൾജിബ്ര പറഞ്ഞു, വെക്റ്റർ കാൽക്കുലസ് പറഞ്ഞു, മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് പറഞ്ഞു, ഡൈവേർജൻസ് തിയറം പറഞ്ഞു, ഗ്രീൻസ് തിയറം പറഞ്ഞു, സ്റ്റോക്സ് തിയറം പറഞ്ഞു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇത്രയും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത്രയും ഭാഗമേ ഉള്ളൂ, കാൽക്കുലസ് മൾട്ടിപ്പിൾ വേരിയബിൾസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. കാൽക്കുലസ് ഓഫ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ വേരിയബിൾസ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, imperfect and perfect differentials, Taylor expansion, Fourier series, matrices, determinants, algebra of complex numbers. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇനി പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഉള്ള പ്രോബ്ലംസ്, അഡീഷണൽ പ്രോബ്ലംസ് ഞാൻ കൊടുത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.